Hello, in this section we are discussing about the interaction of Earth's surface features, spectral signature. Signature. In remote sensing, one can recognize an object or feature from its surroundings. To identify the object, one should know the characteristic expression that distinguishes it from the surroundings. This characteristic feature, which forms a key to enable an object to be identified, is called signature. Signature. റിമോട്ട് സെൻസിങ്ങിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ഫീച്ചറിനെയോ അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ഫീച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രഷനോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സോ ആണ്. ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ആ ഒരു ഫീച്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കീ അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് മാറുന്നത്. ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് സിഗ്നേച്ചർ. നമ്മളെല്ലാവരും സൈൻ ചെയ്യുന്നവരാണ്. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതാണ് നമ്മുടെ സിഗ്നേച്ചർ. അതുപോലെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് സിഗ്നേച്ചർ. Spectral signature. If the identification of an object is made through the difference in the reflectance or emittant characteristics with respect to wavelength, it is called spectral signature. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ റിഫ്ലക്റ്റൻസോ എമിറ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സോ വെച്ചാണെങ്കിൽ, അതായത് അതിൻ്റെ വേവ് ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണെങ്കിൽ അതിനെയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. Spectral signature can be defined as the unique pattern of wavelength radiated by an object. ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റേഡിയേറ്റ് ചെയ്യുന്ന വേവ് ലെങ്തിൻ്റെ യുണീക്ക് പാറ്റേൺ ആണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓരോ ഒബ്ജക്റ്റും വ്യത്യാസമായിരിക്കും. ഓരോ ഒബ്ജക്റ്റും എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന വേവ് ലെങ്തും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വേവ് ലെങ്ത് ഉപയോഗിച്ച് അത് ഏത് ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനെയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. Spectral reflectance. The reflectance characteristics of Earth's surface feature may be quantified by measuring the portion of incident energy that is reflected. This is measured as a function of wavelength and is called spectral reflectance. Spectral reflectance. Earth സർഫസിലുള്ള ഫീച്ചേഴ്സിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെയാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെ വേവ് ലെങ്തിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൽബർട്ട് ഓഫ് ദ സർഫസ് ആൻഡ് ഇറ്റ് മേ വേരി ഫ്രം 0 to 100%. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ ആൽബർട്ട് ഓഫ് ദ സർഫസ് എന്നും പറയാറുണ്ട്. മാത്രമല്ല സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 100% ഇടയിലായിരിക്കും. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കണക്കാക്കുന്ന ഫോർമുലയാണ് കൊടുത്തേക്കുന്നത്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഈക്വൽ ടു ER lambda by EI lambda, that is P lambda, that is spectral reflectance equal to energy of the wavelength reflected from the object by energy of the wavelength incident upon the object into 100. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഒരു ഒബ്ജക്റ്റിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന എനർജിയുടെ വേവ് ലെങ്തിനെ അതിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എനർജിയുടെ വേവ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. Spectral reflectance curve. The graphical representation of the spectral response of an object over different wavelength of electromagnetic spectrum is termed as spectral reflectance curve. The reflectant characteristics of the surface features are represented using these curves. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് ഗ്രാഫിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനെ കർവ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The graph is drawn between various wavelength micrometer of electromagnetic spectrum on x-axis and the amount of reflectance recorded by the remote sensing system on the y-axis.
ഇനി ഒരു സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേവ് ലെന്ത്, അത് മൈക്രോമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റൻസ്, അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓരോ ഫീച്ചറിനും ഓരോ രീതിയിലുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു 4 ഫീച്ചർ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. സിൽറ്റി വാട്ടർ, റെഡ് സാൻഡ് പിറ്റ്, ഗ്രാസ് ലാൻഡ്, പൈൻവുഡ്. അപ്പോൾ 4 കാറ്റഗറിയിലുള്ള ഫീച്ചേഴ്സ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഫീച്ചർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റിഫ്ലക്റ്റൻസും അതുപോലെ തന്നെ വേവ് ലെന്തും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രധാനമായും 3 ഫീച്ചേഴ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. വെജിറ്റേഷൻ, സോയിൽ, വാട്ടർ. ആദ്യമായി വെജിറ്റേഷൻ. The spectral reflectance of vegetation. Vegetation covers a large portion of Earth's land surface. Its role in the regulation of the global temperature, absorption of carbon dioxide, and other important functions make it a land cover type of great significance and interest. എർത്തിൻ്റെ ലാൻഡ് സർഫേസിൽ ഒരു ലാർജ് പോർഷൻ കവർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് റോൾസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ടെമ്പറേച്ചർ അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിനെ അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അണ്ടർടേക്കൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്ലൈമറ്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് കവർ ടൈപ്പാണ്. Remote sensing can take advantage of the particular manner that vegetation reflects the incident electromagnetic energy and obtain information about the vegetation. Remote sensing vegetation ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെജിറ്റേഷൻ ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റെക്കോർഡ് ചെയ്തിട്ട് ആ വെജിറ്റേഷനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ അതിൽ നിന്ന് നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. The spectral reflectance curve of healthy green vegetation has a significant minimum of reflectance in the visible portion of the electromagnetic spectrum resulting from the pigments in plant leaves, while the reflectance increases dramatically in the near infrared. ഇനി ഒരു ഹെൽത്തി ഗ്രീൻ വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ആണ് എടുക്കുന്നതെന്ന് വെച്ചോളൂ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിസിബിൾ പോർഷൻ്റെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം ലീഫിൻ്റെ പിഗ്മെൻറ്റ്സ് ഉണ്ട്, അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിഗ്മെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ വിസിബിൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. അതേസമയം നിയർ ഇൻഫ്രാറെഡിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പം ഒരു ലീഫ് നിയർ ഇൻഫ്രാറെഡ് വെജിറ്റേഷൻ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതേസമയം വിസിബിൾ ലൈറ്റ് വളരെ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെജിറ്റേഷൻ വളരെ ഹെൽത്തി ഗ്രീൻ വെജിറ്റേഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. While stress vegetation can also be dictated because stress vegetation has a significantly lower reflectance in the infrared. അതേസമയം ഒരു വെജിറ്റേഷനിൽ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് വളരെ കുറവാണെങ്കിൽ അതിനകത്ത് അതൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻ എന്നാണ്. അപ്പോൾ ഹെൽത്തി വെജിറ്റേഷനും സ്ട്രെസ്ഡ് വെജിറ്റേഷനും അതിൻ്റെ റിഫ്ലക്റ്റൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. The spectral reflectance of vegetation can be dictated in 3 major electromagnetic spectrum regions: visible region, near infrared, mid-infrared. Visible region, it ranges between 400 to 700 nanometer, that is between 0.4 to 0.7 micrometer. The characteristics include low reflectance, high absorption, minimum transmittance. The fundamental control of energy matter interactions with vegetation in this part of the spectrum is plant pigmentation. വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പ്രധാനമായിട്ടും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ 3 റീജിയൻസിലാണ്: വിസിബിൾ റീജിയൻ, നിയർ ഇൻഫ്രാറെഡ് റീജിയൻ, മിഡ് ഇൻഫ്രാറെഡ് റീജിയൻ. ഇനി വിസിബിൾ റീജിയൻ്റെ പ്രത്യേകതകൾ നോക്കാം. വിസിബിൾ റീജിയനിൽ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നടക്കുന്നത് വളരെ ലോ റിഫ്ലക്റ്റൻസ് ആണ്. റിഫ്ലക്റ്റൻസ് വളരെ കുറവും അബ്സോർപ്ഷൻ കൂടുതലും ട്രാൻസ്മിറ്റൻസ് ഇവിടെ മിനിമം ആയിരിക്കും. ഇനി ഈ ഒരു വിസിബിൾ റീജിയനിൽ വെജിറ്റേഷൻ്റെ എനർജി മാറ്റർ ഇൻട്രാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആ പ്ലാന്റിലെ പിഗ്മെൻറ്റേഷൻ ആണ്. നിയർ ഇൻഫ്രാറെഡ്, ദ വേവ് ലെങ്ത് റേഞ്ചസ് ബിറ്റ്വീൻ 700 to 1350 നാനോമീറ്റർ. The characteristics include high reflectance and transmittance, very low absorption.
The physical control is internal leaf structures. നിയർ ഇൻഫ്രാറെഡ് റീജിയനിലെ പ്രത്യേകത അവിടുത്തെ റിഫ്ലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിഫ്ലക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, ട്രാൻസ്മിറ്റൻസും ഹൈ ആയിരിക്കും, അതേസമയം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവിടുത്തെ ഇൻട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ലീഫിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചറാണ്. മിഡ് ഇൻഫ്രാറെഡ് wavelength ranges between 1350 to 2500 nanometer. As wavelength increases, both reflectance and transmittance generally decreases from medium to low, while absorption increases from low to high. Mid-infrared portionൽ wavelength കൂടുന്നതിനനുസരിച്ച് റിഫ്ലക്റ്റൻസും ട്രാൻസ്മിറ്റൻസും മീഡിയം ടു ലോ ആയിട്ട് കുറഞ്ഞു വരും. അതേസമയം അബ്സോർപ്ഷൻ ലോ ടു ഹൈ ആയിട്ട് കൂടി വരും. ഇത് മൂന്നുമാണ് ഈ മൂന്ന് റീജിയൻസിൻ്റെ പ്രത്യേകതകൾ. The spectral reflectance of vegetation over the electromagnetic radiation spectrum depends upon pigmentation, physiological structure, leaf moisture content. വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഘടകങ്ങളാണ്. ആ ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ലീഫിൻ്റെ പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ലീഫ് അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ലീഫിലുള്ള മോയ്സ്ചർ കണ്ടന്റ് എങ്ങനെയാണ്. The hemispherical reflectance of any individual leaf is insufficient to describe the remotely sensed bidirectional reflectance of a vegetation canopy. This is because a vegetation canopy is not a large leaf but is composed of a mosaic of leaves, other plant structures, background and shadow. ഒരു വെജിറ്റേഷൻ കെനോപ്പി എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിഫ്ലക്റ്റൻസ് മനസ്സിലാക്കാൻ അതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ലീഫിൻ്റെ റിഫ്ലക്റ്റൻസ് എടുത്താൽ മതിയാവത്തില്ല. കാരണം വെജിറ്റേഷൻ കെനോപ്പി എന്ന് പറയുന്നത് ഒരു ലാർജ് ലീഫൊന്നുമല്ല, ഒരുപാട് പ്ലാന്റ് സ്ട്രക്ചേഴ്സും ഒരുപാട് ലീവ്സും ബാക്ക്ഗ്രൗണ്ടും ഷാഡോ ഒക്കെ അടങ്ങിയ ഒരു സിസ്റ്റമാണ് വെജിറ്റേഷൻ കെനോപ്പി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ എടുക്കുകയാണ്. ആ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ് സിസ്റ്റത്തിൻ്റെ റിഫ്ലക്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ആ എൻറ്റയർ സിസ്റ്റത്തിനെ തന്നെ എടുത്ത് വേണം അതിൻ്റെ റിഫ്ലക്റ്റൻസ് മനസ്സിലാക്കാൻ. Hence, spectral reflectance of vegetation canopy could vary appreciably due to the effect of soil background, presence of senescent vegetation, angular elevation of sun and sensor, the canopy geometry, and certain episodic and physiological canopy changes. അതുകൊണ്ട് തന്നെ ഒരു വെജിറ്റേഷൻ കെനോപ്പി എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അത് ഏത് സോയിൽ ബാക്ക്ഗ്രൗണ്ടിലാണുള്ളത്, സെനസൺ വെജിറ്റേഷൻ ഉണ്ടോ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഉണ്ടോ, ഇനി സെൻസർ അല്ലെങ്കിൽ സണ്ണിൻ്റെ ആംഗുലർ എലിവേഷൻ, അവിടുത്തെ കെനോപ്പിയുടെ ജോമെട്രി എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ എപ്പിസോഡിക് അല്ലെങ്കിൽ ഫിനോളജിക്കൽ കെനോപ്പിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ റിഫ്ലക്ഷനെ, അതായത് വെജിറ്റേഷൻ കെനോപ്പിയിൽ നിന്നുള്ള റിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇഫക്റ്റ് ഓഫ് പിഗ്മെൻറ്റേഷൻ അബ്സോർപ്ഷൻ. The primary pigments are chlorophyll A, chlorophyll B, B-carotene, xanthophyll, all of which absorb visible light for photosynthesis. ലീഫിലുള്ള പ്രധാനപ്പെട്ട പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ബി കെരോട്ടിൻ, സാൻഡോഫിൽ തുടങ്ങിയവയാണ്. ഈ എല്ലാ പിഗ്മെന്റ്സും തന്നെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി, which are more important pigments, absorb portions of blue and red light. Chlorophyll A absorbs at wavelength of 0.43 micrometer and chlorophyll B at wavelength of 0.45 micrometer and 0.65 micrometer. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ആണ്. ക്ലോറോഫിൽ എ ആയാലും ക്ലോറോഫിൽ ബി ആയാലും ബ്ലൂ അതുപോലെ തന്നെ റെഡ് ലൈറ്റിൻ്റെ പോർഷൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിൽ ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെന്ത് 0.43 മൈക്രോമീറ്റർ ആണ്. ക്ലോറോഫിൽ ബി അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്സ് എന്ന് പറയുന്നത് 0.45 മൈക്രോമീറ്ററും 0.65 മൈക്രോമീറ്ററുമാണ്. The carotenoid pigments carotene and xanthophyll both absorb blue to green light. ഇനി മറ്റു പിഗ്മെന്റ്സ് ആയ കെരോട്ടിനും സാൻഡോഫിലും ഒക്കെ ബ്ലൂ മുതൽ ഗ്രീൻ ലൈറ്റ് വരെയുള്ള പോർഷൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. Physiological structure and reflectance in near-infrared. The combined effects of leaf pigments and physiological structure give all healthy green leaves their characteristic reflectance properties.
low reflectance of red and blue light, medium reflectance of green light, and high reflectance of near infrared radiation. Healthy green leaves'inde ലീഫ് പിഗ്മെൻറ്റ്സിൻ്റെയും ഫിസിയോളജിക്കൽ സ്ട്രക്ചറിൻ്റെയും കമ്പൈൻഡ് ഇഫക്ട്സ് കൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡിൻ്റെയും ബ്ലൂ ലൈറ്റിൻ്റെയും റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. അതേസമയം ഗ്രീൻ ലൈറ്റിൻ്റെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് മീഡിയം ലെവലായിരിക്കും. നിയർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. The major difference in leaf reflectance between species are dependent upon leaf thickness, which affects both pigment content and physiological structure. രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ലീഫിൻ്റെ റിഫ്ലക്റ്റൻസിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ലീഫിൻ്റെ തിക്നെസ് ആണ്. ഈ ലീഫ് തിക്നെസ് പിഗ്മെൻറ്റ് കണ്ടന്റിനെയും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ സ്ട്രക്ചറിനെയും എഫക്റ്റ് ചെയ്യാറുണ്ട്. For example, a thick wheat flat leaf will tend to transmit little and absorb much radiation, whereas a flimsy lettuce leaf will transmit much and absorb little radiation. ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ വളരെ തിക്കായിട്ടുള്ള വീറ്റിൻ്റെ ലീഫാണ് എങ്കിൽ അതിൻ്റെ ട്രാൻസ്മിറ്റൻസ് വളരെ കുറവും അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ഇനി തിക്നെസ് വളരെ കുറഞ്ഞിട്ടുള്ള ലെറ്റൂസ് ലീഫ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിറ്റൻസ് കൂടുതലും അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ലീഫിൻ്റെ തിക്നെസ് അനുസരിച്ച് ട്രാൻസ്മിഷൻ്റെയും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ്റെ റേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ച് അത് ഏത് ലീഫാണെന്ന് റിമോട്ട് സെൻസിങ് ഡേറ്റ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Effect of leaf moisture. Leaf reflectance is reduced as a result of absorption by three major water absorption bands that occur near wavelength of 1.4 micrometer, 1.9 micrometer, 2.7 micrometer, and two minor water absorption bands that occur near wavelength of 0.96 micrometer and 1.1 micrometer. ലീഫിൻ്റെ റിഫ്ലക്റ്റൻസ് പ്രധാനമായിട്ടും അബ്സോർപ്ഷൻ ബാൻഡ്സിൽ കുറവായിരിക്കും. അതായത് അബ്സോർപ്ഷൻ അവിടെ കൂടുതലായതുകൊണ്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള 3 മേജറായിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സും 2 മൈനറായിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സുമാണ് കണ്ടുവരുന്നത്. മേജറായിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സിൻ്റെ വേവ്ലെങ്ത് എന്ന് പറയുന്നത് 1.4 മൈക്രോമീറ്ററും 1.9 മൈക്രോമീറ്ററും 2.7 മൈക്രോമീറ്ററുമാണ്. ഇനി മൈനറായിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സിൻ്റെ വേവ്ലെങ്ത് എന്ന് പറയുന്നത് 0.96 മൈക്രോമീറ്ററും 1.1 മൈക്രോമീറ്ററുമാണ്. The reflectance of leaf within this water absorption band is negatively related to the both amount of water in the leaf and thickness of the leaf. ഇത്തരത്തിലുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സിലുള്ള ലീഫിൻ്റെ റിഫ്ലക്റ്റൻസ് ആ ലീഫിൻ്റെ തിക്നെസ്സിനും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് വാട്ടർ കണ്ടന്റിനും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. However, water in the atmosphere also absorbs radiation in these water absorption bands. Therefore, the majority of the sensors are limited to 3 atmospheric windows that are free of water absorption at wavelength of 0.3 to 1.3 micrometer, 1.5 to 1.8 micrometer, and 2 to 2.6 micrometer. ലീഫിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലും പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ അബ്സോർപ്ഷൻ ബാൻഡ്സിന് പുറമെയുള്ള ഭാഗങ്ങളാണ് സെൻസേഴ്സിന് അതിൻ്റെ റിഫ്ലക്ഷൻ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 3 ഭാഗങ്ങളെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് വിൻഡോ അതായത് ട്രാൻസ്മിറ്റൻസ് നടക്കുന്ന ഭാഗത്തിനെ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്നാണ് വിളിക്കുന്നത്. അവിടെ അബ്സോർപ്ഷനിൽ ട്രാൻസ്മിറ്റൻസ് മാത്രമേ ഉള്ളൂ. അറ്റ്മോസ്ഫിയറിക് വിൻഡോസിൻ്റെ വേവ്ലെങ്ത് റേഞ്ച് ചെയ്യുന്നത് 0.3 ടു 1.3 മൈക്രോമീറ്റർ വരെയും സെക്കൻഡ് വിൻഡോയുടെ 1.5 ടു 1.8 മൈക്രോമീറ്റർ വരെയും തേർഡ് വിൻഡോയുടെ 2 to 2.6 മൈക്രോമീറ്റർ വരെയുമാണ്. Fortunately, within these wave bands, electromagnetic radiation is still sensitive to leaf moisture. ഭാഗ്യവശാൽ ഈ ഒരു 3 ബാൻഡ്സിലും ഈ 3 അറ്റ്മോസ്ഫിയറിക് വിൻഡോയുടെ ഈ ബാൻഡ്സിലും ലീഫ് മോയ്സ്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ലീവ്സിലെ മോയ്സ്ചർ കണ്ടന്റിലെ ഡിഫറൻസ് അനുസരിച്ച് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിൽ എന്ത് വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന ഒരു ഫിഗറാണ്. ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മെയ്സ് ലീഫിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ്. അതിൽ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് മൈക്രോമീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. വൈ ആക്സിസിൽ റിഫ്ലക്റ്റൻസ് പെർസെൻറ്റേജിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ആദ്യത്തെ കർവ് നമുക്ക് നോക്കാം. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് 40%
താഴെയാണ് മോയ്സ്ചർ കണ്ടന്റ് എങ്കിൽ ഉള്ള ലീവ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവാണിത്. ഇനി 40 മുതൽ 54% മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ലീവ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. 54 മുതൽ 66% വരെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ലീവ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഈ ഒരു കർവേച്ചർ വഴി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇനി 66% മുകളിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ലീവ്സിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ് ഈ ഏറ്റവും താഴെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് റിഫ്ലക്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒറിജിനൽ വെജിറ്റേഷനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് അല്ലെങ്കിൽ റിമോട്ട്ലി സെൻസ്ഡ് ഡേറ്റയാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അത് റെഡ് കളറിൽ കാണാൻ കാരണം വെജിറ്റേഷൻ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണുന്നത്. ഇനി 3 ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് വെജിറ്റേഷൻ്റെ റിഫ്ലക്റ്റൻസിലുള്ളത്. വിസിബിൾ, നിയർ ഇൻഫ്രാറെഡ് ആൻഡ് ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ്. വിസിബിൾ ലൈറ്റിൻ്റെ പ്രത്യേകത അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലീഫ് പിഗ്മെൻറ്റ്സ് ആണ്. അവിടെ ക്ലോറോഫിൽ അബ്സോർപ്ഷനാണ് കൂടുതലായി നടക്കുന്നത്. രണ്ടാമതായിട്ട് നിയർ ഇൻഫ്രാറെഡ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലീഫിൻ്റെ സെൽ സ്ട്രക്ചറോ ഇൻറ്റേർണൽ സ്ട്രക്ചറോ ആണ്. ഇവിടെ ഹൈ റിഫ്ലക്റ്റൻസ്, നിയർ ഇൻഫ്രാറെഡിൻ്റെ ഹൈ റിഫ്ലക്റ്റൻസ് കാണാൻ സാധിക്കും. മൂന്നാമതായി ഉള്ളത് ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് ആണ്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വാട്ടർ കണ്ടന്റ് ആണ്. ഇവിടെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും.